മൂന്നാല് പേര് നെഞ്ചൊക്കെ വിരിച്ചിട്ട് ഈ സാധനം പടപട രണ്ട് വെട്ടിക്കല്. നമ്മളിങ്ങനെ കര ഒരു സ്കെൽട്ടനായിരിക്കണം, നമുക്കിതൊന്നും പറ്റൂല. പക്ഷെ അന്നൊന്നും ഞങ്ങൾ വന്നത് ICUവിൻ്റെ ട്രെയിലർ ലോഞ്ചിനാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിന് നമ്മളുടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ എത്തിയിട്ടുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ശ്രീ ദിലീപ്. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. ആദ്യം ഒരു ഹായ് പറയണം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിന് വരാൻ സാധിച്ചത്. ഇന്നലെയും ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് ഇവർ രണ്ടുപേരും ഈ വിഷ്ണുവും ബിബിനും ഒരുമിച്ച് നടന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ കൂടുതലും രണ്ട് സ്ഥലത്തായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ. പക്ഷെ ഇവരെന്ത് ചെയ്താലും നമുക്ക് കടക്കപ്രതിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടി. അവരത്രയും പ്രിയപ്പെട്ടവരാണ് നമുക്ക്. അറിയാലോ, ബിബിനാണെങ്കിലും നമുക്ക് വലിയ സന്തോഷമുണ്ട് ബിബിൻ അത് പറഞ്ഞതിൽ. അതെന്ന് വെച്ചാൽ നീ പറഞ്ഞ മറ്റേ സംഭവമല്ല കേട്ടോ. അതിൽ നേരത്തെ നീ ഇവിടെ സിപ്പിടായിട്ട് നിൽക്കരുത്, അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെവി പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ കൂടുതലൊന്നും പറയണ്ടെന്നല്ലേ പറയുന്നത്, എല്ലാവരും വിഷല് കാണുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ വിഷ്ണുവും ബിബിനും, വിഷ്ണു ആണെങ്കിലും നമ്മൾ നിർമ്മിച്ച കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് നായകസ്ഥാനത്തേക്ക് വന്നത്. അതുപോലെ ബിബിനും, ഇവർ രണ്ടും ശരിക്കും പറഞ്ഞാൽ ഗംഭീര എഴുത്തുകാരായി മാറേണ്ട രണ്ടുപേരായിരുന്നു. പക്ഷേ അവർ വേറെ രീതിക്ക് തിരിഞ്ഞ് നടക്കുകയാണ്. വീണ്ടും അവർ വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർക്ക് ആ മിടുക്കുണ്ട്, ആ ടാലൻറ്റ് കളയരുത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ മിനി സ്റ്റുഡിയോ, ഞാനിതുപോലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുള്ളതാണ്. കോവിഡിനൊക്കെ മുമ്പ് തന്നെ മിനി സ്റ്റുഡിയോ വിനോദും ഞാനും ശരിക്കൊരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടായി, അങ്ങനെ 2-3 സബ്ജക്റ്റുകളായി. പക്ഷേ പിന്നീട് നിങ്ങൾ ആ സിനിമകൾ വേറെ രീതിയിൽ കാണുകയുണ്ടായി. അത് നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിനോദും അതുപോലെ ജെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ സഹോദരങ്ങൾ തന്നെയാണ്. അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ഷിബുവൊക്കെ ആണെങ്കിലും നമുക്ക് അടുത്ത ബന്ധമുള്ള ആളുകളാണ്. പിന്നെ ബാബുഭായി പറഞ്ഞ പോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി കാണുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജ്. ഞാൻ വിദ്യാരാജ് പഠിക്കുമ്പോൾ അന്നൊക്കെ നമ്മളൊക്കെ മെലിഞ്ഞിങ്ങനെ ഇരിക്കുക, ഒരു ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര ഇതിൽ വരിക. അപ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങനെ പെൺകുട്ടികളായിട്ട് അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ എന്നാലും നമ്മുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ നമ്മുടെ സ്വത്താണ് എന്നുള്ള മാനസികമായിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങനെ വിചാരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവർ മുമ്പിലുണ്ടെങ്കിൽ ഞങ്ങൾ പുറകിലുണ്ടാവും. അപ്പോഴാണ് ഇവർ 3-4 പേര് നെഞ്ചൊക്കെ വിരിച്ചിട്ട് ഈ സാധനം പടപട രണ്ട് വെട്ടിക്കല്. നമ്മളിങ്ങനെ കര ഒരു സ്കെൽട്ടനായിരിക്കണം, നമുക്കിതൊന്നും പറ്റൂല. പക്ഷെ അന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല. അന്ന് പുള്ളിനെ കണ്ടിട്ടുമില്ല, ഞാൻ പുള്ളി കണ്ടിട്ടുണ്ട് ഈ മാസത്തിലുള്ളതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്നു. പിന്നീട് അദ്ദേഹം കറങ്ങി, ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത്, എൻ്റെ സീനിയറാണ്. പിന്നെ അതിന് ശേഷം കറങ്ങി പുള്ളി അഭിനയത്തിലൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പല സിനിമകൾ ചെയ്തു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എടുത്തു പറയേണ്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് മായാമോഹിനി. ഞങ്ങൾ കാമുകന്മാരായിട്ട് അഭിനയിച്ച സിനിമയൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും അഭിനയിക്കുന്ന ഈ സിനിമ. അതുപോലെ ഇതിലെ വിസ്മയ പറഞ്ഞു അവരുടെ ആദ്യത്തെ സിനിമയാണ്. എന്തായാലും വിസ്മയ ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമാവട്ടെ. അതുപോലെ ബിബിനും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ശ്രീകാന്ത് തുടങ്ങിയ എല്ലാവരും വലിയ സന്തോഷം. ഈ സിനിമയുടെ വലിയൊരു സക്സസ്. ഇപ്പോൾ കുറച്ച് സംസാരത്തിൽ നിന്നാണ് മനസ്സിലായത് ഈ സിനിമ കുറച്ച് 1-2 വർഷങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ബലം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് ചില കണ്ടൻസ് അങ്ങനെയാണ്,
എത്ര വർഷം പഴകിയാലോ ഈ വൈനിന് അല്ല മദ്യത്തിന് വീര്യം കൂടുന്ന് പറയുന്ന പോലെ ക്ലബായതുകൊണ്ടാട്ടെ ഇങ്ങനെ എന്ന് പറയുന്ന പോലെ സബ്ജക്റ്റിന് അത്രയും ഡെപ്ത് ഉണ്ട് എന്നാണ് ഇവിടുത്തെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. ICU അത് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. ഇപ്പോൾ ഇവിടെ പറയേണ്ടായി ഒരുപാട് സിനിമകൾ നോമ്പ് കാലത്താണെങ്കിലും സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കട്ടെ. കാരണം ഈ സിനിമയും വലിയൊരു വിജയമാവട്ടെ. കാരണം ഈ സിനിമ വലിയൊരു വിജയമാവേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. കാരണം മിനി സ്റ്റുഡിയോ നമ്മുടെ അടുത്ത സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എന്തായാലും കാശ് എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സിനിമ ഗംഭീരമാവട്ടെ, വലിയ വിജയമാവട്ടെ. ICUവിൻ്റെ ഈ ട്രെയിലർ ലോഞ്ച് അല്ലേ, ഇപ്പം എൻ്റെ പണിയാണത് അല്ലേ? ഓക്കെ, അങ്ങോട്ട് വരണം.